ഹേ പ്രിയ സുഹൃത്തുക്കളെ, ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും വിശ്വസിച്ച് പിന്നീട് ഖേദിച്ചിട്ടുണ്ടാകാം. ശരി, ഇന്നത്തെ കഥ ഒരു കടുവയെക്കുറിച്ചാണ്. അത് ഈ പാഠം കഠിനമായി പഠിച്ചു. അവസാനം വരെ എന്നോടൊപ്പം നിൽക്കൂ. നിങ്ങൾക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലും പഠിക്കാനും കഴിയും. ഒരു കാലത്ത് വിശാലമായ ഒരു വനത്തിന്റെ നടുവിൽ ഒരു യുവ കടുവ ജീവിച്ചിരുന്നു. അത് പെട്ടെന്ന് കോപിക്കുകയും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ചിന്തിക്കുകയും ചെയ്തില്ല. അത് എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് വളരെ വേഗത്തിൽ ചെയ്യും. എന്നോട് പറയൂ, നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അത് തെറ്റായി മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളിൽ അതെ എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടൈപ്പ് ചെയ്യുക. ഒരു ദിവസം കടുവ മൃഗങ്ങളെ കൂട്ടിഗർജിച്ചു. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കണം. മൃഗങ്ങൾ ഭയന്നു. പക്ഷേ ഒരു ചെറിയ നീർനായയുടെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വൃദ്ധ മൂങ്ങ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കടുവ, നീ എത്ര ശക്തനാണെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നു? ഇനി പറയൂ, കാട്ടിലെ ഏറ്റവും ശക്തൻ കടുവയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ തുടരുന്നതിനു മുമ്പ് അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ഊഹം രേഖപ്പെടുത്തും. എനിക്ക് ഭയമില്ല. എനിക്ക് ആരെയും തോൽപ്പിക്കാൻ കഴിയും, കടുവ അഭിമാനത്തോടെ വീമ്പിളക്കി. ശരിക്കും? പിന്നെ ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ ജീവിയെ വെല്ലുവിളിച്ചുകൂടെ? മൂങ്ങ നിർദ്ദേശിച്ചു. കടുവ ഉടൻ സമ്മതിച്ചു. അപ്പോൾ മൂങ്ങ വിളിച്ചു പറഞ്ഞു, മുന്നോട്ട് വരും. ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ ജീവി കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ആന പറമ്പിലേക്ക് നടന്നു. ഓ, കടുവ അത് വരുന്നത് കണ്ടില്ലെന്ന് തോന്നുന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? കടുവ യുദ്ധം ചെയ്യുമോ അതോ ഓടുമോ? ഞാൻ ഉത്തരം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അഭിപ്രായങ്ങളിൽ പറയും. കടുവ വിയർക്കാൻ തുടങ്ങി. ആനയുടെ മുന്നിൽ അതിന്റെ ശക്തി ഒന്നുമല്ലായിരുന്നു. അതിന്റെ എല്ലാ അഭിമാനവും അപ്രത്യക്ഷമായി. ആനയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കില്ലായിരുന്നു. ചിന്തിക്കാതെയുള്ള വേഗത്തിലുള്ള തീരുമാനങ്ങൾ അപകടകരമാണ്. മൂങ്ങ അറിയാവുന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. അതുപോലെ കടുവ പാഠം പഠിച്ചു. ചിന്തിക്കാതെ ഒരിക്കലും പ്രവർത്തിക്കരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് ഖേദം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അനുഭവം പങ്കിടുക. നിങ്ങളുടെ ചിന്തകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്നത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ പരിശോധിക്കണം, ചിന്തിക്കണം, തുടർന്ന് തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിയ തെറ്റുകൾ വരുത്തിയേക്കാം. അപ്പോൾ ഓർക്കൂ, ഒരിക്കലും പെട്ടെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.